ഒരുപാട് ലക്ഷങ്ങൾ സമ്മാനിക്കുന്ന ഗംഭീരമായ പദയാത്രയും നടക്കാൻ പോകുന്നു. നമുക്കറിയാം, കേരളം ഇന്ത്യക്കൊരു മാതൃകയായ സംസ്ഥാനമായിരുന്നു. ആ മാതൃക സംസ്ഥാനത്തെ പോലും ഇന്ന് RSSന്റെയും വിധ്വംസക ശക്തികളുടെയും സംഘപരിവാറിന്റെയും കൈകളിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കണ്ടത്. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വന്ന സുരേഷ് ഗോപി ജയിച്ച ഉടനെ പറഞ്ഞത് എനിക്ക് ശബരിമലയിൽ മേൽശാന്തിയാവണമെന്നാണ്. അവിടെ ഒരു നിയമമുണ്ട്, ശബരിമലയിൽ മലയാളിയായ ബ്രാഹ്മണന് മാത്രമേ പൂജ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം. ഒരു ഹിന്ദു നേതാവ് ഭാരതമാതാവിന്റെ മക്കളൊക്കെ ഒന്നാണെന്ന് വിശ്വസിച്ച് ഹിന്ദുക്കളൊക്കെ ഒന്നാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല വാദിച്ചത്, പകരം സവർണന് വേണ്ടിയാണ് വാദിച്ചതെന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറയേണ്ടിയിരുന്നത് വേദം പഠിച്ച, പൂജ പഠിച്ച, നിയമം പഠിച്ച മുഴുവൻ ഹിന്ദുക്കൾക്കും ശബരിമലയിൽ പൂജ ചെയ്യുവാനുള്ള അവകാശം വേണമെന്നാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി ശബരിമലയിലെ സ്ത്രീകളെ കയറ്റണമെന്ന ആവശ്യപ്പെട്ട് ആ ഡിമാൻഡ് സുപ്രീം കോടതി ശരിവെച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ സ്ത്രീകൾ കയറണം. ഇവിടെ പല നിയമങ്ങളും ലംഘിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്നത്തെ പുരോഗതി ഉണ്ടായത്, കമ്മ്യൂണിസം ഉണ്ടായത്. പല ആചാരങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസം വളർന്നു വന്നതെന്നാണ്. ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം 51 വെട്ടുവെട്ടിയ ചരിത്രം നമുക്കറിയാം. സുരേഷ് ഗോപി എന്ന ഒരു ആഭാസം ഇങ്ങനെ ജാതീയ കോമരം വിളിച്ചു പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സെവിടെയാണ്, നിങ്ങൾ ആയുധം എവിടെയാണെന്ന് ഞങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്കറിയാം, സഹോദര കേരള യാത്ര എന്ന് പറയുമ്പോൾ ഈ സൗഹൃദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1921 മലബാർ ലഹരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ദലിതരെ മൃഗങ്ങളെ പോലെ കാണുകയും അടിച്ചമർത്തുകളിൽ പീഡിപ്പിക്കപ്പെടുകയും കൊന്നെടുക്കുകയും ചെയ്തപ്പോൾ മമ്പറം തങ്ങന്മാരടക്കമുള്ള ആളുകൾ തങ്ങളെ തോളോട് ചേർന്ന് നിർത്തി അകത്തളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മുസ്ലിം സമുദായത്തിന്റെ സഹോദരത്തെ കുറിച്ച് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലെ പട്ടികജാതിക്കാർക്കും ഈഴവർക്കും അമ്പലത്തിൽ കയറുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടം നയിച്ചത് ഇവിടുത്തെ മുസ്ലിം ജനതയും ക്രിസ്ത്യൻ ജനതയും സിഖുകാരും ഈഴവരും പട്ടികജാതിക്കാരുമായിരുന്നു. അവിടെയാണ് നമ്മൾ സാഹോദര്യത്തിന്റെ അന്തരീക്ഷം കാണുന്നത്. അങ്ങനെ ഓരോ സമരങ്ങളും നമുക്ക് എടുക്കാം. സാമൂതിരി രാജാവിനെ പ്രൊട്ടക്ട് ചെയ്ത് പോർച്ചുഗീസുകാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കുഞ്ഞാലി മരക്കാരായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ചരിത്രം നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ജനതയും ഈഴവ ജനതയും പട്ടികജാതിക്കാരും ഓരോ തൂവൽ പക്ഷികളാണെന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് മലപ്പുറത്ത് വെള്ളാപ്പള്ളി പോലും കടന്നു വന്നിട്ട് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പുരോഗതി മൂലം ഇവിടുത്തെ ഈഴവർക്ക് കയറിച്ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഗൾഫ് നാടുകളിലെ മലയാളത്തിൽ പോയി പണിയെടുത്ത് ചേർത്ത് അതിന്റെ ഫലമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ പുരോഗതി ഉണ്ടായിട്ടുള്ളതെന്ന് ഈ മലപ്പുറത്ത് ജീവിക്കുന്ന മുഴുവൻ ഹിന്ദുക്കൾക്കും ബോധ്യമുള്ള കാര്യം എന്നിരിക്കെ ഏതടിസ്ഥാനത്തിലാണ് ഇത് പാകിസ്ഥാനികളാണെന്നും മുസ്ലിം ജനത തീവ്രവാദികളാണെന്നും ഇത് വേറൊരു രാജ്യമാണെന്ന് പറയുന്നത് നമുക്കറിയാം. തനിക്ക് നേരെയുള്ള അഴിമതി ആരോപണവും പ്രശ്നവും കൈകാര്യം ചെയ്യുന്ന BJPക്കാരെ പ്രീതിപ്പെടുത്തുവാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇഴവ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം പിണറായി വിജയന്റെ കയ്യിൽ കിട്ടുവാനും വേണ്ടാണ് ഒരു മുസ്ലിം ജനതയെ മൊത്തം, ഒരു ജില്ലയെ മൊത്തം തീവ്രവാദിയാക്കി ഭീകരവാദിയാക്കി മാറ്റിയിട്ടുള്ള ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, പൗരത്വ ഭേദഗതി ബിൽ വാജ്പേയി ആദ്യമായി 13 മാസം അധികാരത്തിൽ വന്നപ്പോൾ ആറ്റം ബോംബാണ് നമ്മുടെ കേരളത്തിൽ, നമ്മളെ ഇന്ത്യയിൽ പരീക്ഷിച്ചത്. ആ ആറ്റം ബോംബൊക്കെ ഭാവിയിൽ സംഘപരിവാറിന്റെ കുത്തകയായി ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ജനതക്കെതിരെയും ഇവിടുത്തെ ഈഴവ ജനതകൾക്കെതിരെയും ഇവിടുത്തെ പട്ടികജാതിക്കാർക്കെതിരെയും പരീക്ഷിക്കുവാനുള്ള ഒരു ആയുധമായിരുന്നു. കഴിഞ്ഞ വർഷം പൗരത്വ ഭേദഗതി ബില്ലുമായിട്ടാണ് നരേന്ദ്രമോദി എന്ന നരഭോജി കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം വന്ന് പറഞ്ഞ് ഇവിടുത്തെ ഈ പൗരത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിലെ രാഷ്ട്രപതിയായിരുന്ന ആൾ മുസ്ലിമായ ആൾ, ഇവിടെ MP MLA മുഖ്യമന്ത്രിയുമായ മുസ്ലിങ്ങൾ, ഇവിടെ മെമ്പർഷിപ്പുള്ള, ഇവിടെ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, നമുക്ക് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന മൗലാന മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന ആൾ.
ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായി മൗലാന മുഹമ്മദ് അലി ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് ടി.കെ. മാധവൻ എന്ന് പറയുന്ന ആളെ ഒരു ജാതി ഉന്മൂലനം, ജാതി ഉച്ചാരണം എന്നൊക്കെ പറഞ്ഞൊരു ബില്ല് അവിടെ അവതരിപ്പിച്ചപ്പോൾ അന്ന് കോൺഗ്രസിന്റെ അകത്തുള്ള സംഘപരിവാർ ശക്തികൾ പോലും ആ ബില്ല് എതിർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതി ഉന്മൂലനം ഇല്ലാതാക്കരുത് എന്നായിരുന്നു അന്നത്തെ സവർണമാരുടെ ചിന്താഗതി. അന്ന് മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, ഈ ബില്ല്, ഈ ജാതി ഉച്ചാരണം എന്ന ജാതി ഇല്ലാതാക്കാനുള്ള ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ ഞാനും ഇന്ത്യയിലുള്ള 32 കോടി വരുന്ന മുസ്ലിം ജനതയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമുക്കുള്ള സ്വതന്ത്ര സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ്. അന്ന് പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടായിരുന്നില്ല. നമുക്കറിയാം, അങ്ങനെ ആ ടി.കെ. മാധവൻ അവതരിപ്പിച്ച ബില്ലിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കാൻ നിങ്ങൾ സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ പട്ടിയെ പോലെ, മൃഗങ്ങളെ പോലെ കാണുന്ന ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിന് ഈ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന് നിങ്ങളുടെ സവർണന്റെ അടിമയായി നിൽക്കാൻ ഇന്ത്യൻ മുസൽമാൻമാർ തയ്യാറല്ല. അന്ന് തുടങ്ങിയതാണ് മുസ്ലിം ജനതക്കെതിരെ സംഘ് പരിവാറിന്റെ ആക്രമണം. നമുക്കറിയാം, 1949 ഡിസംബർ മാസം 12-ാം തീയതി ഡൽഹിയിലെ രാംലീല മൈതാനിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചവരാണ് സംഘ് പരിവാർ. അതെന്തിനായിരുന്നു അറിയോ? ഇവിടെ ഒരു ബില്ല്, ഹിന്ദു ബില്ല് കോഡ് എന്നൊരു ബില്ല് കോഡ് നമ്മൾ അംബേദ്കർ ലോകസഭയിൽ കൊണ്ടുവന്നു. ആ ബില്ല് വന്നിരുന്നെങ്കിൽ ജാതി നോക്കാതെ ഹിന്ദു വിഭാഗം മുഴുവൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടണം, സ്വത്തിൽ പൂർണ്ണ അധികാരം ഉണ്ടാകണം, സ്ത്രീകൾ ഭർത്താക്കന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വയം വിവാഹമോചനത്തിനും ജീവനാശനം കൊടുക്കാനും ഉള്ള അധികാരം ഉണ്ടാവണം തുടങ്ങി ഒരുപാട് വ്യവസ്ഥകൾ അംബേദ്കർ കൊണ്ടുവന്നപ്പോൾ അത് ഹിന്ദു വിഭാഗത്തിന് നേരെ നടക്കുന്ന ആറ്റം ബോംബാണെന്ന് പറഞ്ഞ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ കോലം കത്തിച്ചവരാണ് 1949 ഡിസംബർ മാസം രാംലീല മൈതാനിൽ സംഘപരിവാർ. ആ സംഘപരിവാറിന്റെ ചിന്തക്കും അദ്ദേഹത്തിന്റെ നയത്തിലും ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ നടക്കുന്ന നമുക്കറിയാം. അമ്പലത്തിൽ കയറിയതിന് മറ്റ് സമുദായത്തിലെ ആളുകളെ സ്നേഹിച്ചുകൊള്ളുന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന ചരിത്രം നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ജനതയും ഈഴവ ജനതയും ഇവിടുത്തെ പട്ടികജാതിക്കാരും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏത് രൂപത്തിലായിരുന്നു ഇടപഴകിയിരുന്നത് അത് തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ സഹോദരിമാരായി കണ്ടുകൊണ്ട് രാജ്യത്തിന് സംഘപരിവാറിന്റെ തേരോട്ടത്തിൽ മോചിപ്പിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദർബാർ പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ മാർച്ച് സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്കും വരുന്ന